നമുക്ക് അവലോസ് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ പച്ചരിയാണ്. ആ 1 കിലോ പച്ചരിനെ കഴുകി ഞാൻ പൊടിച്ചെടുത്തതാണ്. പുട്ടിന് പൊടിക്കുന്ന പോലെ തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കണം. 1 കിലോ പച്ചരിക്ക് 2 തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ ഇതിനകത്ത് കഴന്ന് വീണ പീസൊന്നും പാടില്ല. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയിലേക്കാണ് ഈ തേങ്ങ ചേർക്കുന്നത്. ഇതാണെങ്കിൽ കഴന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം. ഇങ്ങനത്തെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം തേങ്ങയുടെ. ഇത് തേങ്ങ തിരുമ്മുമ്പോൾ നല്ല പൊടിയായിട്ട് വേണം തിരുമാനായിട്ട്. ഒരുപാട് വലിയ പീസായി പോകരുത്, അത് മൂക്കാൻ പാടായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഇത് കഴുകിയെടുത്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, അതും കഴുകിയെടുത്താണ്. അതും ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരുപാട് നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പോലെ ഉപ്പ് ചേർക്കരുത്, ഇതിൽ കുറച്ച് ചേർത്തേച്ചാൽ മതി. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും ജീരകവും എള്ളും ഉപ്പുമൊക്കെ എല്ലായിടത്തും ഈ അരിപ്പൊടിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് സമയം പിടിക്കും, പെട്ടെന്നൊന്നും ആകത്തൊന്നുമില്ല. നല്ലൊരു ഈ അരിപ്പൊടിയൊക്കെ നല്ല ചുമന്ന് വരണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഇളക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് നല്ല മൂത്ത് വരുമ്പോഴാണത് ഇളക്കാൻ കുറച്ചും കൂടെ ഒരു എളുപ്പമായിട്ട് വരത്തുള്ളൂ. ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനാണ് ഇളക്കുന്നത്. അപ്പോൾ നമുക്ക് കൈയെടുക്കാണ്ട് ഇളക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. സിമ്മിലല്ല ഇട്ടിരിക്കുന്നത്, മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഈ പൊടി. ഇപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ അരിപ്പൊടിയിലുണ്ടായിരുന്ന ഈ ഈർപ്പവും നന്നായിട്ട് പോയിട്ടുണ്ട്. ആദ്യം നമുക്കിത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഒന്ന് ഇളക്കാനൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്മൂത്തായിട്ടുണ്ട്. ഇപ്പം ശരിക്കും പൊടിയിൽ നല്ല വെള്ളമെല്ലാം നല്ലതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം വറ്റിയേക്കുന്നത് കൊണ്ട് ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും നന്നായിട്ട് തവി കൊണ്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടൊന്നും ഇളക്കാൻ പാടില്ല. ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷേ ഈ തേങ്ങയൊന്നും മൂക്കത്തില്ല. അപ്പോൾ വെച്ചാൽ അങ്ങനെ അപ്പോൾ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ഒരു തണുത്തിരിക്കും. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം ഇത് വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അത് ഇച്ചിരി മെനക്കെട്ടാലല്ലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇതിപ്പോൾ ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് മൂത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ കട്ട പോലെ കിടപ്പുണ്ടല്ലോ, അതെടുത്ത് തിന്ന് നോക്കുക. തിന്ന് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അറിയാം ഇത് മൂത്തിട്ടുണ്ടെന്നുള്ളത്. ക്രിസ്പി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മൂപ്പിക്കുന്നുണ്ട്. ഉണ്ടോ സൗണ്ട് കേട്ടോ?
അതല്ല. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടിൽ ഇങ്ങനെ തന്നെ കിടക്കണം. ഈ പാത്രത്തിൽ ഇരുന്ന് ബാക്കിയും കൂടെ നന്നായിട്ട് മൂത്തോളും. ഇത് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ ടിന്നിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈർപ്പം വന്നിട്ട് പെട്ടെന്ന് തണുത്തു പോകും. അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.